Hi trainees, today we are discussing about the topic upset and flash butt welding in resistance welding process. This topic is on page number 113 in your textbook. റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സിൽ ഇതുവരെ നമ്മൾ പ്രതിപാദിച്ചിരുന്നത് ഓവർലാപ്ഡ് ആയ സർഫസുകളുടെ ജോയിനിങ് മെത്തേഡായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സിലെ ബട്ട് ജോയിൻറ്റ് മെത്തേഡ്സ് ആണ് ഇന്ന് ഈ ടോപ്പിക്കിൽ പരിചയപ്പെടുത്തുന്നത്. എന്താണ് ബട്ട് ജോയിൻറ്റ്? നമുക്കറിയാം, ഫേസ് ടു ഫേസ് ആയി അലൈൻ ചെയ്തിരിക്കുന്ന രണ്ട് മേറ്റിംഗ് സർഫസുകൾ ജോയിൻ ചെയ്യിക്കുന്നതാണ് ബട്ട് ജോയിൻറ്റ്. ഇവിടെയും ജോയിനിങ് രീതി ഇതുതന്നെയാണ്. ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം അപ്സെറ്റ് ബട്ട് വെൽഡിംഗ് പരിചയപ്പെടാം. ചിത്രം ശ്രദ്ധിക്കുക. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നിന്നും ഔട്ട് ചെയ്യുന്ന ഹൈ ആംബിയർ കറണ്ട് ഇലക്ട്രോഡുകളിൽ എത്തുന്നു. ഇവിടെ ഇലക്ട്രോഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടലായി ജോയിനിങ് ഫേസ് വരത്തക്ക വിധത്തിലാകുന്നു. മാത്രമല്ല, ഇതിൽ ഒരു ഇലക്ട്രോഡ് ഫിക്സഡ് ഓർ സ്റ്റേഷനറിയും മറ്റൊന്ന് മൂവബിളും ആകുന്നു. പവർ നൽകി കഴിയുമ്പോൾ ഫിക്സഡ് ഇലക്ട്രോഡിലെ വർക്ക് പീസിലേക്ക് മൂവബിൾ ഇലക്ട്രോഡ് വർക്ക് പീസിനെ കൊണ്ടുവരികയും ഇവയുടെ കോണ്ടാക്റ്റിങ്ങിൽ ഹൈ കറണ്ട് പാസ് ചെയ്യുന്ന ജോയിനിങ് ഏരിയ റെസിസ്റ്റൻസ് മൂലം ഹീറ്റഡായി പ്ലാസ്റ്റിക് സ്റ്റേജിൽ എത്തുകയും ചെയ്യുന്നു. ഈ സമയം മൂവബിൾ ഇലക്ട്രോഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് രണ്ട് പാർട്ടുകളെയും തമ്മിൽ ചേർക്കുന്നു. ജോയിനിങ്ങിന് ശേഷം ജോയിനിങ് ഏരിയയിലെ ഹീറ്റഡ് മെറ്റൽ ബൾജിങ്ങിന് വിധേയമായി വരുന്നത് ട്രിമ്മിങ്ങിലൂടെ റിമൂവ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഏകദേശം 30 mm വരെ ഡയമീറ്ററുള്ള ഷാഫ്റ്റുകളും റോഡുകളും മറ്റും അപ്സെറ്റ് ബട്ട് വെൽഡ് ചെയ്യപ്പെടുന്നു. ഒരു അപ്സെറ്റ് ബട്ട് വെൽഡിംഗ് പ്ലാന്റ് നമുക്ക് പരിചയപ്പെടാം. രണ്ട് റൗണ്ട് റോഡുകൾ അപ്സെറ്റ് വെൽഡ് ചെയ്ത് യോജിപ്പിക്കുന്നതാണ് കാണുന്നത്. ഫിക്സഡ് ഇലക്ട്രോഡിൽ ഒരു റോഡ് ഫിക്സ് ചെയ്തിരിക്കുന്നു. മൂവബിൾ ഇലക്ട്രോഡിലെ വർക്ക് പീസ് ഇതിലേക്ക് മൂവ് ചെയ്യപ്പെടുകയും ഹീറ്റ് അഫക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കോപ്പർ അലോയ്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, ലോ ആൻഡ് ഹൈ കാർബൺ സ്റ്റീൽസ്, നിക്കൽ അലോയ്സ്, അലൂമിനിയം എന്നിവയെല്ലാം ഈ മെത്തേഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാകുന്നു. ജോയിൻ്റ് പൂർത്തിയായ ഒരു റോഡാണ് ഈ കാണുന്നത്. ഇനി അടുത്ത റെസിസ്റ്റൻസ് ബട്ട് വെൽഡിംഗ് മെത്തേഡായ ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് പരിചയപ്പെടാം. ചിത്രം ശ്രദ്ധിക്കുക. ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സും അപ്സെറ്റ് ബട്ട് വെൽഡിംഗ് എക്യുപ്മെൻറ്റ്സും തമ്മിൽ പ്രകടമായ വ്യത്യാസം അധികമില്ല. എന്നാൽ ആപ്ലിക്കേഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇലക്ട്രോഡിലെ വർക്ക് പീസുകൾ ഫേസ് ടു ഫേസ് ആയി വരത്തക്ക വിധം ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെയും ഒന്ന് മൂവബിളും ഒന്ന് ഫിക്സഡും ആകുന്നു. സപ്ലൈ നൽകി ഫിക്സഡ് ഇലക്ട്രോഡിലെ വർക്ക് പീസിലേക്ക് മൂവബിൾ വർക്ക് പീസ് പ്രവേശിക്കുമ്പോൾ ജോയിനിങ് ഏരിയയിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ സമയം മെറ്റൽസ് മെൽറ്റായി ഫോഴ്സ് അബ്സോർബ് ചെയ്ത് യോജിക്കുന്നു. അപ്സെറ്റ് വെൽഡിങ്ങിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഫ്ലാഷ് അഥവാ ഒരു ആർക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. സിസ്റ്റം വ്യത്യാസപ്പെടുത്താതെ എങ്ങനെയായിരിക്കും ഇവിടെ ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, ഇലക്ട്രോഡിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡെൻസിറ്റി വ്യത്യാസപ്പെടുത്തിയാണ് ഇത് സാധിക്കുന്നത്. അപ്സെറ്റ് വെൽഡിങ്ങിൽ ഹൈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് പ്രോസസ്സിൽ താരതമ്യേന ലോ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഇത് മേറ്റിംഗ് സർഫസുകളിൽ ആർക്ക് ഓർ ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ഇനി നമുക്കൊരു ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് പ്ലാന്റ് പരിചയപ്പെടാം. അപ്സെറ്റ് ബട്ട് വെൽഡിങ്ങിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടിയ സെക്ഷൻസാണ് ഫ്ലാഷ് ബട്ട് വെൽഡിങ്ങിന് വിധേയമാക്കുന്നത്. റെയിൽ സെക്ഷൻസ്, അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ്, ഓട്ടോമോട്ടീവ് ആൻഡ് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി തുടങ്ങി വിവിധ മേഖലകളിൽ ഫ്ലാഷ് ബട്ട് വെൽഡിംഗ് ഉപയോഗിക്കുന്നു. ലോ കാർബൺ സ്റ്റീൽസ്, ടൂൾ സ്റ്റീൽസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽസ്,
അലുമിനിയം ആൻഡ് കോപ്പർ അലോയ്സ്, ലോ അലോയ് സ്റ്റീൽസ് എന്നിവയെല്ലാം ഫ്ലാഷ് ബട്ട് വെൽഡിങ്ങിന് അനുയോജ്യമാണ്. കാസ്റ്റ് അയൺ ഈ മെത്തേഡിന് ഒട്ടും അനുയോജ്യമല്ല എന്നത് പ്രത്യേകം ഓർമ്മിക്കുക. ഇത്രയുമാണ് ഈ ടോപ്പിക്കിലെ പ്രധാന പോയിന്റുകൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ലെറ്റ് us meet with another topic. Thank you.